ഹായ് ഓൾ, എല്ലാവർക്കും HC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് സ്പഞ്ച് കേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മൈദ, പഞ്ചസാര, പിന്നെ മുട്ട. 3 മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 1/2 kg സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു 1/2 kg സ്ക്വയർ ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നത് ഓവനിൽ ബേക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റൗവിൽ ഉണ്ടാക്കുന്നത് അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് മൈദ നമ്മൾ 90 ഗ്രാംസ് എടുത്തത്, അതേപോലെ തന്നെ സെയിം പഞ്ചസാരയും 90 ഗ്രാംസ് തന്നെ, പിന്നെ 3 മുട്ട. എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫസ്റ്റ് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ട് വരാം, എന്നിട്ട് ബാക്കി ബീറ്റൊക്കെ ചെയ്യാം. നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ കൺവെക്ഷൻ എടുത്തിട്ട് 180 ഡിഗ്രിയിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. നമ്മളൊരു 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് വേഗം പോയിട്ട് ബീറ്റൊക്കെ ചെയ്ത് വരാം. ഫസ്റ്റ് തന്നെ നമുക്ക് കേക്കിൻ്റെ ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. നമ്മൾ ഓയിൽ വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്യുന്നത്. ഇത് കേക്ക് ഒട്ടിപ്പിടിച്ച് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കേക്ക് സ്പഞ്ച് ഉണ്ടാക്കുമ്പം ഓയിലോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ബീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ 3 എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചിടണം. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗൊക്കെയാണ് നമ്മൾ ഇതിന് എടുക്കേണ്ടത് കേക്ക് ഉണ്ടാക്കുമ്പോൾ. 3 വലിയ മുട്ട പൊട്ടിച്ചിടാം. നമുക്ക് ബീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് ഒരു 10-12 സെക്കൻഡ്സ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഫ്ലഫി ആവുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 10-12 മിനിറ്റ് നമ്മളിത് ബീറ്റ് ചെയ്യേണ്ടി വരും, ലോ ടു മീഡിയം സ്പീഡിലിട്ടിട്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മളൊരു 12 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു തവണ അരിച്ചു വച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കൊന്നും കൂടി ഒന്ന് ഇതിൽ ആഡ് ചെയ്യുമ്പോൾ സേവ് ചെയ്ത് കൊടുക്കാം.
കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി, ഒന്നായിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി. നന്നായിട്ട് കുഴക്കരുത്, ഇതേ ഒരു മെത്തേഡിൽ നിങ്ങൾ ഇത് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. സ്പാച്ചുല ഇല്ലയെന്ന് പറഞ്ഞിട്ടൊന്നും ആരും ട്രൈ ചെയ്യാതിരിക്കണ്ട. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഫോൾഡായി വരുമ്പോൾ ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം. സെയിം മെത്തേഡിലൊന്ന് അധികം മിക്സ് ചെയ്യരുത്, അപ്പോൾ നമുക്ക് കേക്ക് ഫ്ലഫി ആയിട്ട് കിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ മിക്സ് ചെയ്ത് കഴിയാനായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. ഇത് നിങ്ങൾ ബീറ്റർ ഇല്ലെങ്കിൽ നമ്മൾ വിസ്ക് ഉണ്ടല്ലോ, സാധാരണ ഹാൻഡ് വിസ്ക്, അത് വെച്ചിട്ട് ഒന്ന് വിസ്ക് ചെയ്തിട്ട് ട്രൈ ചെയ്യാൻ. കുറച്ച് ടൈം കൂടുതലെടുക്കും ഇതിനേക്കാളും, എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കറിയാം ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. മുകളിലൊക്കെ ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ലേറ്റ് ആവരുത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഫോൾഡും ചെയ്ത് ഓവനിലേക്ക് വെക്കണം. പിന്നെ അതൊക്കെ ഇതായിപ്പോൾ. ഓക്കെ, നമുക്കിത് ഓവനിൽ വെക്കാം. ഓക്കെ, ഓവൻ പ്രീ ഹീറ്റ് ആയി 15 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിക്കാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ നമുക്ക് അതിനകത്ത് വെക്കാം. ഇനി നമ്മളൊരു 35 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. 180 ഡിഗ്രിയിലാണ്. $35 minutes. ഓക്കെ, അപ്പോൾ 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് ബേക്കായി നോക്കാം. ഓക്കെ, ബേക്കായിട്ടുണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഓവൻ്റെ അകത്ത് തന്നെ വെക്കാം. എന്നിട്ട് പുറത്തെടുത്ത് ഇനി ഇത് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്. എന്നാലേ ഇത് ഡിമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന്.
നമുക്കിതിൻ്റെ സൈഡൊന്ന് നൈഫ് വെച്ച് അടർത്തി കൊടുക്കാം. അലുമിനിയം ടിന്നാവുമ്പോൾ നമുക്കൊരു വിഷയം വരുന്നുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്ക് ടിന്നാവുമ്പോൾ പെട്ടെന്ന് കിട്ടും. നമ്മൾ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ, പെർഫെക്റ്റ് സ്പഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ആ ചൂടോടെ എടുക്കുകയാണെങ്കിൽ ഇത് കട്ടായി പോകും. നമ്മളെപ്പോഴും തണിയാൻ വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലേ. നല്ല സോഫ്റ്റ് സ്പഞ്ചാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കട്ട് ചെയ്യാം. ഇത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം അവരൊന്ന് കളിച്ച് കഴിഞ്ഞൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടീ കേക്ക് നമുക്ക് കിട്ടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്നൊരു സ്നാക്കാണ്. നമുക്ക് ട്രൈ ചെയ്യാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസോ അല്ലെങ്കിൽ നമ്മൾ ഏലക്കായ് പൊടിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിത് 3 ഇൻഗ്രീഡിയൻറ്റ് വീഡിയോ ആയതുകൊണ്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് വാനില എസൻസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വാനില എസൻസ് എടുക്കുകയാണെങ്കിലും അത് കുറച്ച് നേരം മുമ്പേ ഒന്ന് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അതേപോലെ കോഴിമുട്ട അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സാറ്റിസ്ഫൈ ആവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.